ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ബീഫും പൂളിയും കൈ വെച്ചിന് കേട്ടോ. ഉള്ളിയും പച്ചമുളകും കൈ സെറ്റാക്കി വെച്ചിന്. നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉള്ളിയും പച്ചമുളകും പിന്നെ നമ്മൾ ഇത്തിരി ചതക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വാട്ടി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇത് നല്ലോണം ഒന്ന് ഇതാക്കി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലോണം വാട്ടി കിട്ടും. അതിന് ശേഷം ഒരു ടീസ്പൂൺ മുളകും പൊടി നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള ഇടണം കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഗരം മസാല ഉണ്ട്, ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബീഫ് മസാലയാണ് ഇടുന്നത്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈസ്റ്റേണിൻ്റെ ബീഫ് മസാല ഉണ്ടായി, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് നല്ല ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അത് ഇതാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കൈ വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബീഫ് നല്ലോണം എടുത്തതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം യോജിപ്പിക്കുക, എല്ലാ സൈഡും മസാല പിടിക്കാൻ. അങ്ങനെ അത് യോജിച്ച് മിക്സാക്കിയതിന് ശേഷം അത് നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ നമ്മൾ പൂള റെഡി ആയിട്ട് വെന്തിട്ട് പിന്നെ തേങ്ങ, ഉള്ളി, ജീരകം, ചെറിയ ഉള്ളി എല്ലാം ഇട്ടിട്ട് നമുക്കതൊന്ന് നല്ല പേസ്റ്റ് ആവണ്ട, എന്നാലും ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോഴത്തേന് നമ്മളെ ബീഫ് വെന്ത് റെഡിയായിട്ടോ. നമുക്ക് നമ്മളെ കപ്പയും വെന്ത് റെഡിയായി. പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും മുറിച്ച് വെച്ചതിന്, പിന്നെ കരിവേപ്പില, മല്ലിച്ചപ്പ്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ബീഫും ഇട്ട് കൊടുക്കുക. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് പൂള ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ അരച്ച് വെച്ചതുണ്ടാവുമല്ലോ, അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക്. എന്നിട്ട് നല്ലോണം അത് ആ തേങ്ങ ഒഴിച്ചത് അതിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എന്താക്കുക, അതിലേക്ക് നമ്മൾ പൂളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പൂളിയിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് മേലെ മല്ലിയില ഉണ്ടായിരുന്നല്ലോ, മല്ലിയില, നമ്മളെ കരിവേപ്പില, അതെല്ലാം നമുക്കൊന്ന് മേലെ ടോപ്പിംഗ് ചെയ്തിട്ട് കൊടുക്കുക. ടോപ്പിംഗ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി അതൊന്ന് മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇതാകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടി ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മളെ കപ്പ ബിരിയാണി റെഡി. ഇന്ന് നമുക്ക് നോമ്പെറുക്കാൻ ഷമാം ജ്യൂസും പിന്നെ ബന്ന് നിറച്ചതും നുള്ളിട്ടപ്പം ഇതെല്ലാം കേട്ടോ. അതിൻ്റെ ഒപ്പം പൂളയും. അപ്പോൾ ഇയാൾ ഷമാം ജ്യൂസെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ഒരു ബന്നെല്ലാം തിന്നപ്പോഴത്തേന് വയറ് നിറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ജ്യൂസ് തീർന്നും വെച്ചിരുന്നു കാണിച്ചായിരുന്നു.